നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്, നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളെ വീണ്ടും സ്നേഹിക്കുന്നുണ്ടോ, പഴയതുപോലെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയുവാനുള്ള കുറച്ച് സയൻസാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ സൈൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നറിയുവാനുള്ള, അതായത് ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുമായി ഒരു കോണ്ടാക്റ്റുമില്ല, എന്നാലും നിങ്ങളുടെ ആഗ്രഹമാണ് അവർ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പുറത്തേക്ക് പോകുന്ന ഒരു സമയത്തൊക്കെ അവരെ തന്നെ അന്വേഷിക്കുക. അതായത് നിങ്ങളിൽ അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾ എവിടെ പോകുകയാണെങ്കിലും അവരെ പറ്റിയുള്ള ചിന്ത മനസ്സിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. അത് അവരെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇങ്ങനെയുള്ള ഒരു ചിന്ത നിങ്ങളിൽ നിരന്തരമായി നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുകയായിരിക്കും എന്നതാണ് ഒന്നാമത്തെ സൈൻ. അവർ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ സൈൻ ഇതാണ്. ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പായി, പെട്ടെന്ന് തന്നെ അവർ മറ്റൊരു റിലേഷൻഷിപ്പിൽ ആവുക എന്നത്, അതും ഒരു പോസിറ്റീവായി സൈനായി എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുമായുള്ള ആ ഒരു ചിന്തകൾ അവരുടെ മനസ്സിൽ വരികയും അത് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ വരികയും ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ മറ്റൊരു ബന്ധത്തിൽ പോകാൻ തയ്യാറാവും എന്നുള്ളതാണ്. മറ്റൊരു റിലേഷൻഷിപ്പിൽ പോകാൻ തയ്യാറാകും എന്നതാണ്. അത് സ്ത്രീകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങനെ പോകാൻ തയ്യാറാവില്ല, പക്ഷേ പുരുഷന്മാർ തയ്യാറാകും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കാണുകയാണെങ്കിൽ അതൊരു പോസിറ്റീവായ സൈനായി എടുക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് നിങ്ങളെ മറക്കാൻ, നിങ്ങളില്ലാത്ത ഒരു സാഹചര്യം അവർക്ക് ആകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് നിങ്ങളുമായുള്ള ആ ഒരു ചിന്തകൾ അവരുടെ മനസ്സിൽ വരുന്നു. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് മറ്റൊരു റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് തന്നെ പോകുന്നു എന്നുള്ളത്. ഇനി നിങ്ങളെ അവർ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു സൈനായി നമുക്ക് കണക്കാക്കാവുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എത്തിച്ചേരുന്ന ഇടങ്ങളിലെല്ലാം അവരും എത്തിച്ചേരാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായി സൈനായി എടുക്കാം. കാരണം നിങ്ങളെ കാണാനും കൂടി വേണ്ടിയാണ് അവർ അവിടേക്ക് വരുന്നത് എന്നുള്ളത്. അവർക്ക് പ്രത്യേകിച്ച് വലിയ ആവശ്യമൊന്നും ഉണ്ടാകില്ല അവിടെ എത്തിച്ചേരേണ്ടത്. പക്ഷേ എന്നാലും അവർ നിർബന്ധപൂർവം അവിടെ വരികയാണ്. അതെന്തുകൊണ്ടാണ്? നിങ്ങളെ കാണുവാൻ കൂടി വേണ്ടിയാണ് എന്നുള്ള ഒരു കാര്യം അങ്ങനെ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. ഇനി മറ്റൊരു സൈനായി എടുക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ ഇപ്പോഴും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അവർ സാധിച്ചു തരുന്നുണ്ടോ? ആ ഒരു സപ്പോർട്ട് അവർ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടോ? നിങ്ങളെ വീണ്ടും വീണ്ടും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് സംഭവിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. നിങ്ങളെക്കുറിച്ച് അറിയുവാനും നിങ്ങളുടെ കുറിച്ചൊക്കെ അവർ ചോദിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ, അവർ ഇപ്പോഴും നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുമായിട്ടുള്ള ഓർമ്മകൾ അവർ സ്റ്റാറ്റസായി വെക്കുക എന്നുള്ളത്. അങ്ങനെ അവരിൽ സംഭവിക്കുകയാണെങ്കിൽ അത്
എന്താണെന്ന് വെച്ചാൽ അവർ ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു മനോഹരമായ നിമിഷങ്ങളൊക്കെ അവർ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമായി കണക്കാക്കാവുന്നതാണ്. അവർ ഇപ്പോഴും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഓർമ്മകൾ ഉള്ള ഒരു സ്റ്റാറ്റസ് അവർ വെക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കാം അവർ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്ന ഈ സയൻസുകളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആ വ്യക്തി നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെയും കൂടുതൽ സ്നേഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.